ജീവിതത്തിൽ പരാജയപ്പെടുന്നത്, ജീവിതത്തിൽ തകർന്നു പോകുന്നത് തോക്കുന്നത് കൊണ്ടല്ല, തോൽവി അംഗീകരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ തോറ്റു എന്ന് നമ്മൾ അംഗീകരിക്കാത്തടത്താണ് നമ്മൾ തകർന്നു പോകുന്നത്. പലപ്പോഴും നമ്മളുടെ തോൽവി നമ്മൾ അംഗീകരിക്കാറില്ല. കാരണം മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ മാസ്ക് ചെയ്യും. നമ്മുടെ തോൽവികളെ മറ്റുള്ളവരുടെ മുന്നിൽ മറച്ച് നമ്മളൊരു ഷെല്ലിൽ ഒതുങ്ങിക്കൂടി നമ്മൾ പലപ്പോഴും മുമ്പോട്ട് പോകും. ഇത്തരം ഫേക്കിംഗ് ആണ്, ഇത്തരം മാസ്കിംഗ് ആണ് പലപ്പോഴും പലരുടെയും ജീവിതത്തെ വലിയ ട്രാപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. തോൽവി വന്നു കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് വാട്ട് നെക്സ്റ്റ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യാത്തടത്ത്, അഡ്മിറ്റ് ചെയ്യാത്തടത്ത് വാട്ട് നെക്സ്റ്റ് വരില്ല. ആ കുഴിയിൽ നമ്മൾ വീണിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ ഏത് തീരുമാനമെടുത്താലും എന്ത് ആക്ഷൻ എടുത്താലും നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടും. ഒന്നുകിൽ നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിജയിക്കാൻ നമ്മൾ പഠിക്കും. അടുത്ത പ്രാവശ്യം വിജയിക്കാനുള്ള പഠനമാണ് ഓരോ തോൽവിയും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനായി മാറുന്നത്. ഏറ്റവും നല്ല മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിങ്ങിലൂടെ, ഒരു കണക്ഷനിലൂടെയാണ് ഏറ്റവും നല്ല മനുഷ്യന്മാരായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. അങ്ങനെ ഏറ്റവും നല്ല മനുഷ്യന്മാർ കൂടിച്ചേർന്ന ഒരു ഇടമാണ് ഹ്യൂമൻസ് ഹബ്ബ്, വാട്സാപ്പ് കമ്മ്യൂണിറ്റി. ഒരുപാട് നല്ല മനുഷ്യർ ഏറ്റവും നല്ല മനുഷ്യരാകാൻ പഠിക്കാനായി തീരുമാനമെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇമോഷണലി, സ്പിരിച്വലി നമുക്ക് എങ്ങനെ ലീഡ് ചെയ്യാം, സക്സസ്ഫുൾ ആകാമെന്ന് പഠിക്കാം. ജോയിൻ us soon.